ഒന്ന് തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകൾ നടക്കുകയാണ്. അതൊന്ന് നോക്കാം. സംഘടിത കൊള്ളയിൽ ചോദ്യമുനയിൽ പോറ്റി ഇപ്പോഴും തുടരുകയാണ്. വിറ്റുവോ വിശ്വാസം? ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ചയിൽ ഉന്നതരും പ്രതികളായേക്കും. കവർച്ചയ്ക്ക് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോറ്റിയുടെ മൊഴിയിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പോറ്റി എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, വളരെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് ഹൈദരാബാദിലും ബംഗളൂരുവിലും ഒക്കെ കൊണ്ടുപോയത്? ആ ചോദ്യത്തിനൊരു വ്യക്തമായ ഉത്തരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. മറ്റൊന്ന്, പോറ്റി ഇപ്പോൾ തന്നെ ക്യാപ്സ്യൂളുകൾ ഇറക്കി തുടങ്ങി. ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു മൊഴി അല്ലെങ്കിൽ നൽകിയ ഒരു പ്രതികരണത്തിൽ പറയുന്നത് 25 വർഷമായി ഞാൻ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, എപ്പിലെപ്സിക്ക് അടക്കം. അതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ മെമ്മറി ലോസ് ഉണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ മറന്നുപോയേക്കാം എന്നൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. ആരെ സംരക്ഷിക്കാൻ, ആർക്ക് വിരുന്നൊരുക്കാൻ? ശ്യാമ, ഈ ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ എന്തായാലും അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഈ നടക്കുന്ന ഗൂഢാലോചന നടന്ന കേരളത്തിന് വെളിയിലാണെന്നുള്ള കാര്യത്തിൽ ഒരു പ്രാഥമിക ധാരണയിലേക്കൊക്കെ അന്വേഷണ സംഘം പോകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത് സ്വർണ്ണം ഒരുക്കുന്നത് സംബന്ധിച്ച ഗൂഢാലോചനയാണോ അതോ ഈ സ്വർണ്ണം കവർച്ചയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. പക്ഷേ ഇപ്പോഴും ചോദ്യം ചെയ്യലുകൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇടവേളകളെടുത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്. ഓരോ ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിശ്രമത്തിനുമൊക്കെയുള്ള സമയമൊക്കെ അന്വേഷണ സംഘം നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ പലപ്പോഴായി പുറത്തുപോയി ഈ ഓഫീസിനുള്ളിലേക്ക് പോയിട്ട് വരുന്നുമൊക്കെയുണ്ട്. എന്തായാലും അന്വേഷണം അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനി ഏറ്റവും പ്രധാനമുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുള്ള തെളിവെടുപ്പാണ്. ആ തെളിവെടുപ്പിൽ കൂടുതൽ വിവരങ്ങൾ വിശദമായി ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിൽ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുള്ള വൈരുദ്ധ്യങ്ങൾ, ചില ഒളിച്ചുകളികളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിക്കുന്നുണ്ട്. അത് ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രീതിയിൽ മാധ്യമത്തിന് നൽകിയ കാര്യത്തിൽ പറയുന്നത് തനിക്ക് ചിലപ്പോൾ ഓർമ്മക്കുറവുണ്ടാകാം എന്നതടക്കമുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങൾ പോലും അത് അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള പലവിധമായ ശ്രമങ്ങളുടെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ തന്നെ കുടുക്കിവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നൊക്കെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങളും ഒക്കെ ഒരു തരത്തിലുള്ളൊരു ഡീലിൻ്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു മറ്റുള്ളവരെ കൂടുതൽ തനിക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാനൊക്കെ അല്ലെങ്കിൽ തന്നെ രക്ഷിച്ചെടുക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ അത് ശക്തിപ്പെടുത്തണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ആയിരിക്കാം. ആ രീതിയിലൊക്കെയുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യമാണ്. അതിനിടയിൽ ദേവസ്വത്തിൻ്റെ ഏതെങ്കിലും രീതിയിൽ ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചു വരുത്തി ഇവിടെ വെച്ച പരിശോധനകൾ അല്ലെങ്കിൽ മൊഴിയെടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം പോകുമോ എന്നുള്ളതൊക്കെയാണ് ഈ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളായി വരേണ്ടത്. എന്തായാലും ഉന്നതരും ഈ കേസിൽ അറസ്റ്റിലായേക്കാനുള്ള സാധ്യത തന്നെ ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നു. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ പ്രതിയായിട്ടുള്ള അന്നത്തെ ദേവസ്വം അടക്കത്തിൻ്റെ ഉന്നതരടക്കമുള്ളവർ ഈ ഘട്ടത്തിലേക്ക് മൊഴിയെടുപ്പിലേക്കൊക്കെ എത്തേണ്ട സാഹചര്യമായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോകുമോ എന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. അത് ഉദ്യോഗസ്ഥരിൽ മാത്രം നിർത്തി ഈ കേസിൻ്റെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം അവസാനിപ്പിക്കുമോ എന്നുള്ളതും മറ്റൊരു ആശങ്കയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ BJP ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതി ഉത്തരവുണ്ടായിട്ടും ഏതാണ്ട് ദിവസങ്ങൾ നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തെളിവ് നശിപ്പിക്കാൻ അടക്കമുള്ള സാഹചര്യങ്ങൾ അന്വേഷണ സംഘം നൽകി എന്നുള്ളൊരു ആരോപണം BJP അടക്കം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ചില സംശയങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യമുനയിലേക്ക് ദേവസ്വം ബോർഡിലെ അന്നത്തെ ഉന്നതരടക്കമുള്ള വരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഗൂഢാലോചനയിൽ പങ്കുള്ളവർ അതോടൊപ്പം തന്നെ സ്വർണ്ണം പങ്കുവെച്ചതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന ഉദ്യോഗസ്ഥർ, അതായത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ ഉത്തരവിൽ പറയുന്ന ഉദ്യോഗസ്ഥർ, അതിനുശേഷം FIR-ൽ പറഞ്ഞിരുന്ന ഉദ്യോഗസ്ഥർ, ഇവർക്കൊക്കെ എല്ലാവർക്കും ഒരു തീരുമാനമായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഘടിത കൊള്ളയെന്ന് സംശയിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇവരെല്ലാവർക്കും ഒരു പോയിന്റാണ്. ഇവരെല്ലാവരും ഒരു അച്ചിൽ അല്ലെങ്കിൽ ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോലെയാണ് ഈ വിഷയത്തിൽ അനാവശ്യമായും അനധികൃതമായി ഇടപെട്ടത്.